റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്നു. യുക്രൈന്റെ സംരക്ഷകരായ അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിലെത്തി. യാഥാസ്ഥിതികനായ ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. രണ്ടാം ഊഴത്തിൽ വ്യത്യസ്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള സൂചന. സംഘർഷം അവസാനിപ്പിക്കണമെന്ന വ്യക്തമായ സൂചനയാണ് ട്രംപ് നൽകുന്നത്. അതിനിടെ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി ആശയവിനിമയം നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യം പിന്നീട് അമേരിക്ക നിഷേധിച്ചു. അതിനിടയിലും ആക്രമണവുമായി റഷ്യയും യുക്രൈനും മുന്നോട്ട് പോവുകയാണ്. റഷ്യയുടെ മുതിർന്ന നാവികസേനാ ഉദ്യോഗസ്ഥൻ ക്രീമിയയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബുധനാഴ്ചയുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിലാണ് മുതിർന്ന നാവികസേനാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരത്തിൽ വെച്ചുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ മുതിർന്ന നാവികസേനാ ഉദ്യോഗസ്ഥനായ വാലേരി ട്രാൻസ്കോവിസ്കിയാണ് കൊല്ലപ്പെട്ടത്. റഷ്യൻ നാവികസേനയുടെ 14 മിസൈൽ ബ്രിഗേഡിന്റെ മേധാവിയാണ് കൊല്ലപ്പെട്ടത്. യുദ്ധ കുറ്റവാളിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് യുക്രൈൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കരിങ്കടലിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് മിസൈൽ ആക്രമണത്തിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാണ് വാലേരി, യുക്രൈൻ വക്താക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കരിങ്കടലിൽ നിന്ന് നാവികസേന യുദ്ധക്കപ്പൽ വ്യൂഹം നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നും യുക്രൈൻ ആരോപിക്കുന്നു. വലേരി ട്രാൻസ്കോവിസ്കിയുടെ പേര് വിശദമാക്കാതെയാണ് ബോംബ് സ്ഫോടനം നടത്തിയതായി യുക്രൈൻ വ്യക്തമാക്കിയത്. കാറിന്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നും റഷ്യൻ സൈനികോദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്നുമാണ് യുക്രൈൻ അറിയിച്ചത്. സ്ഫോടനത്തിൽ വലേരി ട്രാൻസ്കോവിസ്കിയുടെ കാലുകൾ ചിതറിയതായും രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്നുമാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത്. ഒരാഴ്ചയിലേറെ നിരീക്ഷണത്തിലായിരുന്നു വലേരി ട്രാൻസ്കോവിസ്കി എന്നും യുക്രൈൻ നിർമ്മിത ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. രാജ്യത്ത് യുദ്ധക്കുറ്റങ്ങൾ ചെയ്ത 1 ഡസനിലേറെ റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥരെ യുക്രൈൻ ലക്ഷ്യമിടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ നിയന്ത്രിത മേഖലയിൽ സൈനിക കേന്ദ്രങ്ങളിൽ കയറിയാണ് യുക്രൈൻ ആക്രമണങ്ങൾ നടത്തിയത്. ഒക്ടോബറിൽ യുക്രൈനിലെ ആക്രമണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന റഷ്യൻ ഇന്റലിജൻസ് സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം വീടിന് വെളിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. നേരത്തെ ജോഗിങ്ങിനിടെ റഷ്യൻ അന്തർവാഹിനി ക്യാപ്റ്റനും കൊല്ലപ്പെട്ടിരുന്നു. ഈ 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ യുക്രൈനാണെന്നാണ് റഷ്യ കരുതുന്നത്.